നമസ്കാരം. തമിഴ് രാഷ്ട്രീയം ആകെ മൊത്തത്തിൽ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ്. DMK വലിയ രാഷ്ട്രീയ വിജയം നേടുമ്പോൾ ഒരിക്കൽ തമിഴ്നാട്ടിൽ ജയലളിതയുടെ നേതൃത്വത്തിൽ വൻ ശക്തിയായിരുന്ന അണ്ണാ DMKക്ക് കൃത്യമായ നേതൃത്വമില്ലാതെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും അണ്ണാ DMK പിന്നോട്ട് പോവുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും അണ്ണാ DMKയുടെ സ്ഥാനത്തേക്ക് വിജയുടെ രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ കയറി വരും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ചില അഭിപ്രായങ്ങളും കൂടുതൽ അണ്ണാ DMKക്ക് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അണ്ണാ DMK തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് അണ്ണാ DMK കളമൊരുങ്ങിയത്. ഇതിന് കൂട്ടുപിടിക്കുന്നത് ഒരിക്കൽ കൂട്ടുപിടിച്ച BJP തന്നെയാണ്. ദില്ലി കേന്ദ്രീകരിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അണ്ണാ DMK ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഔദ്യോഗിക വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് പളനിസ്വാമി അമിത്ഷായെ കണ്ടത്. 2 മണിക്കൂറും 10 മിനിറ്റും നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ 50 മിനിറ്റോളം അമിത്ഷായും പളനിസ്വാമിയും തനിച്ച് സംസാരിച്ചുവെന്നാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവിഭാഗങ്ങളും ഔദ്യോഗിക പ്രതികരണത്തിനൊന്നും മുതിർന്നിട്ടില്ല. എന്നാൽ കൂടിക്കാഴ്ച അവസാനിച്ചതിന് പിന്നാലെ 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ വരുമെന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും അണ്ണാ DMKയും വെവ്വേറെ മത്സരിച്ചത് DMKക്ക് നേട്ടമുണ്ടാക്കിയിരുന്നു. എന്തായാലും ഒരിക്കൽ അവസാനിപ്പിച്ച സഖ്യ ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അണ്ണാ DMKയും BJPയും സഖ്യത്തിലാകുമ്പോൾ തമിഴ്നാട്ടിൽ എന്താകും അടുത്ത തെരഞ്ഞെടുപ്പിലെ ഫലം എന്നത് ആകാംക്ഷയോടെ തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത്.